ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ സാന്റോസും കൊറിന്ത്യൻസും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിഞ്ഞു. അതായത് മെംഫിസ് ഡീപ്പെ ആദ്യം കൊറിന്ത്യൻസിന് ലീഡ് നേടിക്കൊടുത്തു. എന്നാൽ നെയ്മർ ജൂനിയറുടെ അസിസ്റ്റിൽ നിന്നും ഗാബി ഗോളാണ് സാന്റോസിന്റെ സമനില ഗോൾ കണ്ടെത്തിയത്. അതിനുശേഷം മത്സരത്തിൽ ഗോളുകൾ ഒന്നും പിറന്നിരുന്നില്ല. നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമായ ഒരു പോരാട്ടമായിരുന്നു. കാരണം ബ്രസീലിന്റെ ടീമിനെ ഇന്നാണ് പ്രഖ്യാപിക്കുക. അതിനു മുന്നേയുള്ള നെയ്മറുടെ അവസാനത്തെ അവസരമായിരുന്നു ഈ മത്സരം. ഈ മത്സരത്തിൽ പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു ശരാശരി പ്രകടനം മാത്രമാണ് നെയ്മർ നടത്തിയത്. അതായത് നെയ്മറിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വലിയ മികവുണ്ട്. അത് ഈ മത്സരത്തിൽ പ്രകടമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ആ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു അസിസ്റ്റ് സ്വന്തമാക്കാൻ നെയ്മർക്ക് കഴിഞ്ഞു. ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു. 4 കീ പാസുകൾ നൽകി എന്ന് പറയുമ്പോൾ ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ കീ പാസുകൾ നൽകിയ താരം അത് നെയ്മർ ജൂനിയർ ആണ്. പക്ഷെ 23 പാസുകൾ മാത്രമാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിൽ 16 പാസുകൾ മാത്രമാണ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. പാസിംഗ് അക്യുറസി 70%. 12 ഡുവലുകളിൽ 4 മാത്രമാണ് നെയ്മർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 3 ഫൗളുകൾ നെയ്മർക്ക് നേരിടേണ്ടി വന്നു. 6.6 ആണ് നെയ്മറുടെ ഒരു സോഫ സ്കോർ റേറ്റിംഗ് ആയിക്കൊണ്ട് വരുന്നത്. അതായത് ഒരു ആവറേജ് പ്രകടനം മാത്രം. പ്രതീക്ഷിച്ച ഒരു മികവ് പുലർത്താൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇനിയെല്ലാം ബ്രസീലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയുടെ കൈകളിലാണ്. നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള ഒരു അവസാന അവസരമായിരുന്നു ഇത്. ആഞ്ചലോട്ടി എന്ത് തീരുമാനമെടുത്തു എന്നുള്ളത് വ്യക്തമല്ല. നിലവിൽ നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഇടം നേടുമോ എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ മിറാസോളിനെതിരെയുള്ള മത്സരം അദ്ദേഹം കളിച്ചിരുന്നില്ല. ഈ മത്സരത്തിലാവട്ടെ ഒരു ശരാശരി പ്രകടനം മാത്രമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ ഒഴിവാക്കിയാലും അതിൽ അത്ഭുതപ്പെടേണ്ടി വരില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.